സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ നിര അപ്പാച്ചിമേട് വരെയായി കുറഞ്ഞു. പമ്പയിലും നിലയ്ക്കലും നിയന്ത്രണം ഏർപ്പെടുത്തി ഘട്ടം ഘട്ടമായാണ് തീർത്ഥാടകരെ മല ചവിട്ടിക്കുന്നത്. ഇന്നലെ 1 ലക്ഷം തീർത്ഥാടകരാണ് 18ാം പടി കയറിയത്. തങ്കയങ്കി രഥപ്രയാണം നാളെ സന്നിധാനത്തെത്തും. കെ അഖിലുണ്ട് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി. അഖിൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ഒരു വെക്കേഷൻ ടൈം കൂടിയാണ്. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ കൂടി തീർത്ഥാടകരുടെ പ്രവാഹമാണ് സന്നിധാനത്തേക്ക് ഉണ്ടാകുന്നത്. അതിലൊരു നിയന്ത്രണം വന്നിട്ടുണ്ടോ ഇപ്പോൾ? ഫർഷിയ, തീർച്ചയായും അതിലൊരു അയവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് രാവിലെയൊക്കെ നീലിമല വരെ ഈ തീർത്ഥാടകരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇത് അപ്പാച്ചിമേടും മരക്കൂട്ടവും ഒക്കെ ആയി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സന്നിധാനത്തിനോട് വളരെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്ര വലിയ തിരക്കായി പറയുന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ ഇല്ല. ഉച്ചയോടെയൊക്കെ കയറിയ തീർത്ഥാടകർ മരക്കൂട്ടത്തൊക്കെ വൈകുന്ന 5 മണിയോട് കൂടിയൊക്കെ മരക്കൂട്ടത്ത് എത്തിയിട്ടുമുണ്ട്. നമുക്ക് ഇവിടെ പുറകിലേക്കുള്ള ദൃശ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് സന്നിധാനമാണ്. ഇവിടെ സോപാനത്തിലേക്ക് കയറുമ്പോൾ അവിടെയുള്ള തീർത്ഥാടകർ ഒഴുക്കുണ്ട്. വളരെ അധിക നേരം ഒന്നും ഇവിടെ നിൽക്കേണ്ടി വരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ തീർത്ഥാടകർക്ക് തുടർച്ചയായി തന്നെ തീർത്ഥാടകർ നീങ്ങുന്നതായി ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ തിരക്ക് നിയന്ത്രണ വിധേയമായി രാവിലെ മുതൽ തന്നെ സന്നിധാനത്ത് എത്ര തീർത്ഥാടകർ വലിയൊരു തിരക്ക് വന്നാലും അത് നിയന്ത്രണ വിധേയമായി തന്നെയാണ് പോകുന്നത്. കാരണം വൈകുന്നേരം 4 മണി വരെ 66,000 പേരാണ് 18ാം പടി ചവിട്ടിയിരിക്കുന്നത്. അപ്പോഴും 66,000 പേര് പടി ചവിട്ടിയപ്പോഴും അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം 4 മണി വരെയുള്ള കണക്കാണ്. ഇനിയും 8 മണിക്കൂറോളം ഇന്നത്തെ ദിവസത്തിൽ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഈ തിരക്ക് പോലീസിനെ കൊണ്ട് കൃത്യമായി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിലുണ്ടായ ചില പ്രശ്നത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടു എന്ന് വേണം അതിനുശേഷം സ്വീകരിച്ച നടപടികളൊക്കെ ഫലവത്തായി എന്ന് തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിലൊക്കെ പറയാൻ. കാരണം കൃത്യമായി തീർത്ഥാടകർ സന്നിധാനത്ത് നിയന്ത്രണം വന്നു. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന പമ്പയിൽ, നിലയ്ക്കലും ഇടത്താവളങ്ങളിലുമൊക്കെയാണ്. ഈ സന്നിധാനത്തെ തിരക്ക് കുറഞ്ഞതിനനുസരിച്ചാണ് അവരെ കയറ്റിവിടുന്നത്. അതൊരു പക്ഷേ ഈ നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ടി വന്നത് വലിയൊരു തിരക്ക് അല്ലെങ്കിൽ തീർത്ഥാടനത്തിൽ വലിയൊരു വർധനവ് സംഭവിച്ചത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 1 ലക്ഷം തീർത്ഥാടകർ ഇന്നലെ 18ാം പടി ചവിട്ടിയിരിക്കുന്നു. എന്നിട്ടും നീലിമല വരെ ഇന്നലെ തീർത്ഥാടകരുടെ നീണ്ട നിര നിൽക്കുന്നു. അപ്പോൾ അത്രത്തോളം തീർത്ഥാടകർ സന്നിധാനം ശബരിമലയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ പോലീസിന് ഏർപ്പെടുത്തേണ്ടി വന്നത്. എന്നാലും ആ ചെറിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സന്നിധാനത്തെ തിരക്കിൽ മാറ്റം വന്നിരിക്കുന്നു. കാര്യങ്ങളൊക്കെ തന്നെ പഴയ രീതിയിലേക്ക് മാറുന്നു എന്നാണ് നമുക്ക് നീലിമലയിലും അതുപോലെ തന്നെ മരക്കൂട്ടത്തെയും ഒക്കെ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റിടത്താവളങ്ങളിലേക്കും സമാനമായ രീതിയിൽ നിയന്ത്രണങ്ങളൊക്കെ അയവ് വരുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പക്ഷേ ഇപ്പോഴും ഈ സന്നിധാനത്ത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കൃത്യമായ ഒരു നിശ്ചിത ഇടവേളകളാണ് തീർത്ഥാടകരെ മുകളിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പുല്ലുമേട് കാനവാത വഴിയുള്ള തീർത്ഥാടക എണ്ണത്തിലും വലിയ വർധനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഈ 1 ലക്ഷത്തിന്റെ കണക്ക് പറയുമ്പോൾ ഈ പുല്ലുമേട് വഴി 6,000-ഓളം തീർത്ഥാടകർ എത്തുന്നുണ്ട് ഓരോ ദിവസവും. അത് സമീപ കാലങ്ങളിലൊന്നും തന്നെ ഇത്രത്തോളം, അതായത് ഈ 5,000 എന്ന് പറയുന്നതൊന്നും ഒരു അത്ര വലിയ അല്ലെങ്കിൽ സ്ഥിരം ഉണ്ടാകുന്ന ഒരു നമ്പർ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ 5,000 എന്ന് പറയുന്നത് പുല്ലുമേട് വഴി തീർത്ഥാടകർ എത്തുന്ന സ്ഥിരം അല്ലെങ്കിൽ മിക്ക ദിവസവും ഉണ്ടാകുന്ന ഒരു നമ്പറായി മാറിയിരുന്നു. കാരണം സന്നിധാനത്ത് പമ്പ വഴി കയറി വരുമ്പോൾ തിരക്ക് കൂടുന്നു എന്ന് മനസ്സിലാക്കി പല തീർത്ഥാടകരും പുല്ലുമേട് കാനനപാതയിൽ ഒരു അഴിത്താവളമായി അല്ലെങ്കിൽ ഒരു മാർഗമായി സ്വീകരിച്ച് അതുവഴി എത്തുന്ന എണ്ണം കൂടിയിരുന്നു. ഇത് ഒരു പരിധിവരെ തീർത്ഥാടകരുടെ കാത്തിരിപ്പ്, പമ്പ വഴി കയറുന്ന തീർത്ഥാടക കാത്തിരിപ്പ് വർദ്ധിക്കാനും ഒരു പരിധിവരെ കാരണമായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ തുടർച്ചയായ 3 അവധി ദിവസങ്ങൾ എത്തി. ഒപ്പം ക്രിസ്തുമസ് വെക്കേഷൻ കൂടിയാണ്. കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടായിരിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവധിയായതിനാൽ കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായി. എന്നിരുന്നാലും ഈ 18ാം പടി വഴി കയറ്റുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലെ വലിയ കുറവോ അല്ലെങ്കിൽ വലിയ വ്യത്യാസങ്ങളോ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. വലിയ തീർത്ഥാടക പ്രവാഹമാണ് സന്നിധാനത്തേക്ക് ഉണ്ടായിരുന്നത്. നിലവിലത് ഈ തീർത്ഥാടകരുടെ നിര അപ്പാച്ചിമേട് വരെയായി കുറഞ്ഞു എന്നുള്ളതാണ് സന്നിധാനത്ത് നിന്ന് കെ അഖിൽ നൽകുന്ന വിവരങ്ങൾ. ശബരിമലയിലെ തിരക്കിൽ അടിയന്തര സിറ്റിംഗ് നടത്തി ഹൈക്കോടതി. ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ കോടതി നിർദ്ദേശിച്ചു. അയ്യപ്പ ഭക്തർ കുടുങ്ങിക്കിടക്കുമ്പോൾ പോലീസ് മേധാവി നേരിട്ട് ഇടപെടണം. ബുക്കിംഗ് ഇല്ലാതെ വരുന്നവരെ കയറ്റിവിടരുതെന്നും ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം.